الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا أوفوا بالعقود ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികൾ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് മെയ് 1 മെയ് 1 ലോക തൊഴിലാളി ദിനമായി ആചരിച്ചു വരുന്ന ദിവസമാണ്. തൊഴിലിൻ്റെ മഹത്വം, തൊഴിലെടുത്ത് ജീവിക്കുന്നതിൻ്റെ മഹത്വം, തൊഴിലാളികളുടെ അവകാശങ്ങൾ, അതുപോലെ തന്നെ തൊഴിലാളികളും തൊഴിലുടമകളുമായിട്ടുള്ള സാഹോദര്യ ഊഷ്മളമായ ബന്ധം, അതിൻ്റെ മഹത്വം, ഇതൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ദിവസം ലോകത്ത് ആചരിച്ചു വരുന്നത്. അത് ഇസ്ലാമികമായ ഒരു ആചാരമല്ല. ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ തുടങ്ങിയ അല്ലെങ്കിൽ ലോകത്ത് തുടങ്ങിയ ഒരു ആചാരമാണ് എങ്കിലും ഇസ്ലാമികമായ വീക്ഷണത്തിൽ വളരെ കൃത്യമായിട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നിയമനിർദ്ദേശങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായി തൊഴിലെടുത്ത് ജീവിക്കുക എന്നതിന്റെ മഹത്വമാണ്. അധ്വാനിച്ച് ജീവിക്കുന്നതിന്റെ മഹത്വം വളരെ കൃത്യമായിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ഒരിക്കൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു യുവാവായ മനുഷ്യൻ ഭക്ഷണത്തിന് ഒന്നുമില്ല, സഹായിക്കണം എന്ന് പറഞ്ഞു വന്നു. റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചു, നിന്റെ വീട്ടിലൊന്നുമില്ല? നല്ല ആരോഗ്യമുള്ള യുവാവ്, വീട്ടിലൊന്നുമില്ല എന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. അല്പം വസ്ത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഉപയോഗിക്കുന്ന കുറച്ച് വസ്ത്രങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വസ്ത്രങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് സഹാബത്തിന്റെ മുന്നിൽ വെച്ച് മദീന പള്ളിയിൽ വെച്ചിട്ട് റസൂലുള്ളാഹ് ഇതാരാണ് വാങ്ങാൻ തയ്യാറുള്ളത് എന്ന് ചോദിച്ചു. 1 ദിർഹമിന് ഞാൻ വാങ്ങാൻ തയ്യാറാണെന്ന് ഒരു സഹാബി പറഞ്ഞപ്പോ റസൂലുള്ളാഹി ചോദിച്ചു, അതിനേക്കാൾ കൂടുതൽ തരാൻ തയ്യാറുള്ളവർ ആരെങ്കിലും ഉണ്ടോ? 2 ദിർഹം തരാൻ ഞാൻ റെഡിയാണെന്ന് മറ്റൊരു സഹാബി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 2 ദിർഹമിന് ആ വസ്ത്രങ്ങൾ വിൽക്കുകയും എന്നിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു, ഈ
സഹായിക്കണമെന്ന് പറഞ്ഞു വന്ന യുവാവിനോട്, ആ വസ്ത്രം കൊണ്ടുവന്ന യുവാവിനോട് പറഞ്ഞു, ഇതിലൊരു ദിർഹം നീ നിന്റെ ഭക്ഷണ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയും മറ്റൊരു ദിർഹമിന് ഒരു കോടാലി വാങ്ങിയിട്ട് എന്റെ അടുക്കൽ വരികയും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന സമയത്ത് റസൂലുള്ള പറഞ്ഞു, നീ ഈ കോടാലി കൊണ്ട് വിറക് വെട്ടി ജീവിക്കണം. അങ്ങനെ ഒരു 5-10 ദിവസം കഴിഞ്ഞപ്പോ കുറെ പണവുമായിട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഈ സഹാബി വരികയാണ്. പ്രവാചക തിരുമേനി ആ സഹാബിയോട് പറഞ്ഞു, നിങ്ങൾ ഒരാളൊരു കയറെടുക്കുകയും എന്നിട്ട് വിറക് ശേഖരിച്ചുകൊണ്ട് അത് കെട്ടി ചുമലിലേറ്റിക്കൊണ്ട് വരികയും എന്നിട്ട് അത് വിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവന്റെ മുഖത്തെ സംരക്ഷിച്ചു നിർത്തട്ടെ. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഖൈറുൽ ലഹു മിൻ അൻ യസ്അല അന്നാസ, ജനങ്ങളോട് ചോദിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായത് അതാണ് എന്ന് ആ സഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതുപോലെ തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അക്കല അഹദുൻ തആമൻ ഖത്തുൻ ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി, കൈകൊണ്ട് അധ്വാനിച്ച് തിന്നുന്നതിനേക്കാൾ ഉത്തമമായ മറ്റൊരു ധനവും ഒരാളും തിന്നിട്ടില്ല. ഒരിക്കലും യാചിച്ച് തിന്നുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എന്നിട്ട് ഈ സഹാബിയോട് പറയുന്നുണ്ട്, നിനക്ക് ഇങ്ങനെ അധ്വാനിച്ച് ജീവിക്കലാണ് നാളെ പരലോകത്ത് മുഖത്ത് മാംസമില്ലാത്തവനായിക്കൊണ്ട് പ്രത്യക്ഷപ്പെടുന്നതിനേക്കാൾ നല്ലത്, ഉത്തമം എന്നാണ്. നാളെ പരലോകത്ത് മുഖത്ത് നമ്മൾ സാധാരണ ട്രാൻസ്ഫോമറിനെ കാണൂല, ഒരു തലയോട്ടിന്റെ ചിഹ്നം, അതുപോലെ നാളെ പരലോകത്ത് വരുന്നതിനേക്കാൾ നിനക്ക് ഉത്തമം ഇങ്ങനെ അധ്വാനിച്ച് ജീവിക്കലാണ്. അപ്പൊ എത്ര ഗൗരവത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അധ്വാനിച്ച് ജീവിക്കാനുള്ള ശേഷി ഉണ്ടായിട്ടും യാചിക്കുക എന്ന് എത്ര ഗുരുതരമായ തെറ്റായിട്ടാണ് റസൂലുള്ള കാണുന്നത്. നാളെ പരലോകത്ത് മുഖത്ത് മാംസമില്ലാത്തവരായിക്കൊണ്ടാണ് അവർ പ്രത്യക്ഷപ്പെടുക. അപ്പൊ അധ്വാനിച്ച് ജീവിക്കുന്നതിന്റെ മഹത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ് സഹാബത്തിന്, വിശ്വാസികൾക്ക്, ലോക ജനതക്ക്. നമ്മുടെ സമൂഹത്തിനൊരു തകരാറുണ്ട്. നമ്മുടെ നാട്ടില് പലതരത്തിലുള്ള തൊഴിലുകളും അത് ഒരു കുലത്തൊഴിലായിട്ട് പരിഗണിക്കപ്പെടുക. ധാരാളം ജോലികള് കുലത്തൊഴിലാണ്. എന്നിട്ട് ആ തൊഴിൽ ചെയ്യുന്ന ആളുകൾ പലരും അവര് തരം താഴ്ന്നവരായിട്ടോ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു ജാതിയായിട്ടോ താഴ്ന്ന വിഭാഗക്കാരായിട്ടോ അറിയപ്പെടുന്ന ഒരു സ്വഭാവം. അപ്പൊ നമുക്ക് കാണാം നമ്മുടെ നാട്ടിൽ ആശാരിമാര്, അതൊരു പ്രത്യേക അവർ കുലത്തൊഴിലായിട്ട് വരികയാണ്. തട്ടാന്മാര്, അതുപോലെ തന്നെ കൊല്ലന്മാര്, ഇതൊക്കെ ഇങ്ങനെ കുലത്തൊഴിലാണ് നമ്മുടെ നാട്ടില്. എന്നിട്ട് അത്തരത്തിലുള്ള പല പണികളും ചെയ്യുന്ന ആളുകൾ, ബാർബർമാര്, അതൊക്കെ ഒരു കുലത്തൊഴിലായിട്ട് വരികയും ആ തൊഴിലൊക്കെ ചെയ്യുന്ന ആളുകൾ എന്തോ തരം താഴ്ന്നവരായിട്ട്, കൊള്ളരുതാത്തവരായിട്ട് ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. യഥാർത്ഥത്തിൽ ഈ പണികളൊക്കെ പലതും എല്ലാ അധ്വാനിച്ച് ജീവിക്കുന്ന ഇസ്ലാം അനുവദിച്ച ഹലാലായ എല്ലാ തൊഴിലുകളും മഹത്തരമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അധ്വാനിച്ച് ജീവിക്കുന്നത് ഏറ്റവും ഉന്നതമായ കാര്യമാണ്. സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജീവിക്കുന്നത് ഏറ്റവും മഹത്തരമാണ്, അള്ളാഹുവിന്റെ അടുക്കൽ അങ്ങേയറ്റത്തെ മഹത്വമുള്ളതാണ് എന്നൊക്കെ പഠിപ്പിക്കുമ്പോ ചില തൊഴിലുകള് തരം താഴ്ന്നതായിട്ടും കൊള്ളരുതാത്തവരായിട്ടും ചിത്രീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥ നമ്മളെ സമൂഹത്തിലുണ്ട്. പലപ്പോഴും ഈ തൊഴിലുകളൊക്കെ നമുക്ക് ഇസ്ലാമിക ചരിത്രത്തെ നമ്മൾ പരിശോധിച്ച പ്രവാചകന്മാർ ചെയ്ത തൊഴിലുകളാണ്. നമ്മൾ സമൂഹത്തിൽ തരം താഴ്ന്നതായിട്ട്, കൊള്ളരുതാത്തവരായിട്ട്, അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരനായിട്ട് ഒക്കെ ജാതിയുടെ അടിസ്ഥാനത്തിലൊക്കെ ആളുകളെ വിഭജിക്കുന്ന ഈ ജോലികളൊക്കെ ഉണ്ടല്ലോ, പല തൊഴിലുകളും പ്രവാചകന്മാർ ചെയ്ത തൊഴിലുകളാണ്. അപ്പൊ നമുക്ക് കാണാം ഇസ്ലാമിക ചരിത്രത്തിൽ ആദം നബി അലൈഹിസ്സലാം കൃഷിപ്പണി ചെയ്ത ആളാണ്. അതുപോലെ തന്നെ നൂഹ് നബി അലൈഹിസ്സലാം ആശാരിപ്പണി ചെയ്ത ആളുകൾ. അപ്പൊ അതൊരു കുലത്തൊഴിലായിട്ട് പഠിപ്പിക്കപ്പെടല്ല, ഒരു പ്രവാചകൻ ചെയ്യുന്ന ജോലിയാണ്. പ്രവാചകന്മാര് തൗഹീദ് ജനങ്ങൾക്ക് ഏകദൈവത്വത്തിലേക്കും അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്നതിലേക്കും ജനങ്ങളെ ക്ഷണിക്കുന്നതോടൊപ്പം എല്ലാ രംഗത്തും മാതൃക കാണിച്ചവരാണ് പ്രവാചകന്മാര്. ആ പ്രവാചകന്മാരൊക്കെ അധ്വാനിച്ച് ജീവിച്ചവരാണ്. അപ്പൊ പിന്നെ നൂഹ് നബി അലൈഹിസ്സലാം ആശാരി പണി ചെയ്തു, ദാവൂദ് നബി അലൈഹിസ്സലാം കൊല്ലപ്പണി
ഇരുമ്പ് കൊണ്ട് ആയുധങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കുക, ആ പണി ചെയ്ത് ജീവിച്ച ആളാണ് ദാവൂദ് നബി അലൈഹി സ്വലാം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാവൂദ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. അന്ന ദാവൂദൻ അലൈഹിസ്സലാം കാന ലാ യഅ്കുലു ഇല്ലാ മിൻ അമലി യദിഹി, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചതല്ലാതെ അദ്ദേഹം തിന്നിട്ടില്ല. ആളുകളോട് ഔദാര്യം വാങ്ങി തിന്നുന്ന പരിപാടി പ്രവാചകന്മാർക്കില്ല, അത് നല്ലതല്ല, അധ്വാനിച്ച് തിന്നണം എന്ന്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാം. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചെത്തിക്കെട്ടുകാർക്ക്, എന്റെ നാട്ടിലൊക്കെ ചെറുപ്പത്തിൽ കുറുപ്പന്മാരെന്നാ പറയാ, അങ്ങനെ ഇപ്പൊ അതൊക്കെ പലതും മാറി വരുന്നുണ്ട്. ഈ ചെത്തിക്കെട്ട് നിർമ്മാണ തൊഴിൽ ചെയ്തിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാം. കഅബാലയം പടുത്തുയർത്തിയത് അവർ തന്നെയാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാം കൂടി. അപ്പം കെട്ടിട നിർമ്മാണം. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസാ നബി അലൈഹി സ്വലാം, ഇവരൊക്കെ ആടിനെ മേയിച്ചിരുന്നു. പ്രവാചകന്മാരിൽ അധികവും ആടിനെ മേയിച്ചിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. ആടിനെ മേയ്ക്കുന്ന തൊഴില്, കച്ചവടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു. ഇങ്ങനെ സമൂഹത്തില് സഹാബികൾ അധികവും കച്ചവടക്കാരാണ്. ഈ കച്ചവടത്തിന് തന്നെ എല്ലാ കച്ചവടവും മാന്യമാണ്. ഇസ്ലാം അനുവദിച്ച എല്ലാ കച്ചവടവും മാന്യമായ തൊഴിലാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ നാട്ടില് ചില കച്ചവടം ഉയർന്ന കച്ചവടം, ഇല്ല മീൻ കച്ചവടം. വിവാഹം അന്വേഷിക്കുന്ന ചെറുക്കൻ മീൻ കച്ചവടക്കാരനാണെങ്കിൽ കെട്ടിക്കോ. മീൻ കച്ചവടം തരംതാന്ന പണിയായിട്ടൊക്കെ കൂട്ടുന്നത് സമൂഹത്തില്. എന്താ എല്ലാ കച്ചവടം പോലെയല്ലേ? എന്നാ മീൻ കച്ചവടം തന്നെ അക്വേറിയത്തില് വെള്ളത്തിൽ ജീവനുള്ള മീൻ വിൽക്കുകയാണെങ്കിൽ അത് നല്ല വെയിറ്റ് ഉള്ള പണി. മീന് നമ്മൾ സാധാരണ ഈ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രൂപത്തിൽ മീൻ വെക്കുന്ന പണിയാണെങ്കിൽ അത് താന്ന പണി. ഇങ്ങനെ ഒരു പൊങ്ങച്ചത്തിന്റെയും ദുരഭിമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ ജോലികളെ ഉയർന്നതായിട്ടും കുറെ ജോലികളെ താഴ്ന്നതായിട്ടും ഒക്കെ വിലയിരുത്തുന്നുണ്ട് നമ്മളെ സമൂഹം. തെറ്റായ കുറെ ആചാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ. അപ്പൊ ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ ജോലികളൊക്കെ നല്ല ജോലികളാണ്, മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്ന ജോലികൾ, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന സേവനമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാ തൊഴിലുകളും. അങ്ങനെ ചിന്തിച്ചൂടെ? എല്ലാ ജോലികളെ കുറിച്ചും ഞാൻ ചെയ്യുന്ന ജോലി മറ്റുള്ളവർക്ക് സഹായമാണ്, ഉപകാരമാണ് എന്നുള്ള നിലക്ക് ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ ആ നിയ്യത്തിന്, ഇബാദത്തിന്റെ പ്രതിഫലവും കിട്ടും. അപ്പൊ എല്ലാ ജോലികളും മഹത്തരമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ കൃഷിപ്പണിയായിരുന്നു. സഹാബത്തിന്റെ പ്രധാനപ്പെട്ട 3 വരുമാന മാർഗം, ഒന്ന് കൃഷി, മറ്റൊന്ന് കച്ചവടം, മറ്റൊന്ന് നാൽക്കാലികൾ. ഇങ്ങനെ 3 വിഭാഗമായിട്ട് 3 വരുമാന മാർഗങ്ങളാണ് സഹാബത്തിന് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അതില് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള കൃഷിക്കാരായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരൊക്കെ വലിയ കച്ചവടക്കാരായിരുന്നു, വലിയ കച്ചവട പ്രമുഖന്മാരായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒക്കെ, ഉമർ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ഹബ്ബാബ് ഇബ്നു അറത്ത്, നമ്മൾ താഴ്ന്ന ജോലി എന്ന് പറയുന്ന കൊല്ലപ്പണിക്കാരായിരുന്നു. അതുപോലെ നമ്മുടെ സമൂഹത്തില് ഏറ്റവും താഴ്ന്നവരായിട്ട് ഇപ്പൊ എന്റെ ചെറുപ്പത്തിലൊക്കെ പ്രായം ചെന്ന ഉമ്മമാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവരെ സമൂഹത്തില് ഏറ്റവും താഴ്ന്നവര് പൊലയന്മാരും പറയന്മാരും, ഏറ്റവും ഉന്നതന്മാര് നായന്മാരും നമ്പൂതിരിമാരും. നമ്മളെ സമൂഹത്തില് ഏറ്റവും കൊലം കുറഞ്ഞോല് ഒസ്സാന്മാരും, ഏറ്റവും കൊലം കൂടിയോല് തങ്ങന്മാരും എന്നൊക്കെ പറഞ്ഞത് പണ്ടുള്ള തള്ളാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇസ്ലാമിക സമൂഹത്തിൽ ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത്തരം വിശ്വാസങ്ങൾക്കൊന്നും. അത്തരത്തിലുള്ള ഒരു ജാതീയത ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഹമിയ്യത്തുൽ ജാഹിലിയ്യ, ജാഹിലിയത്തിന്റെ ആഭിജാത്യം എന്നാ ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞത്. അത്തരത്തിലുള്ള പക്ഷപാതിത്വത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഹമിയ്യത്തുൽ ജാഹിലിയ്യ, ജാഹിലിയത്തിലെ ആഭിജാത്യം എന്ന്. അപ്പൊ ഇസ്ലാം അത്തരത്തിലുള്ള യാതൊരു വിവേചനവും അംഗീകരിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല്, ഈ നമ്മൾ ഏറ്റവും നീചമായ പണിയായിട്ട്, തരംതാഴ്ന്ന പണിയായിട്ട് കാണുന്ന, പച്ച മലയാളത്തിൽ പറഞ്ഞ പറയന്മാര് ചെയ്യുന്ന പണിയായിട്ട് കാണുന്നത് ആ കൊട്ട കെട്ടുക, പായമടയുക, പൊലയന്മാരൊക്കെ ചെയ്യുന്ന പണിയായിട്ടാണ് നമ്മളെ സമൂഹം പണ്ട് കണ്ടിരുന്നത്. ഈ പായ കെട്ടുക, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആ ജോലിയാ ചെയ്തിരുന്നതെന്നാണ്.
പായമടയ, കൊട്ടകെട്ട്, അത്തരം പണിയായിരുന്നു സൽമാനിൽ ഫാരിസി. അപ്പൊ നമ്മളെ സമൂഹത്തില്, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തില് പലരും ഈ മറ്റ് ജാതികളിൽ നിന്ന് മാറി വന്നവരാണ്. ആ ജാതീയത നമ്മളെ സമൂഹത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്, മുസ്ലിം സമൂഹത്തെ. അങ്ങനെയാണ് മുസ്ലിം സമുദായത്തിലും ഉന്നത ജാതിയും താഴ്ന്ന ജാതിയും ഒക്കെ പറഞ്ഞത്. നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഒരു ഇസ്ലാം എന്നും റിലീജിയൻ ഇസ്ലാം, അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു കാസ്റ്റും കൂടിയത്. അപ്പൊ ഇസ്ലാം മോപ്പള, ഇസ്ലാം മുസ്ലിം എന്നൊക്കെ എഴുതായിരുന്നു ഹെഡ് മാസ്റ്റർമാര്. ഇസ്ലാം അങ്ങനെ ഒരു ജാതിനെ അംഗീകരിക്കുന്നില്ല. അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മൾ തരം താഴ്ന്നതായിട്ട് കാണുന്ന പണികൾ ചെയ്തവരാണ് പ്രവാചകന്മാര്. സഹാബത്തൊക്കെ ഈ കൊട്ടമടയ, പിന്നെ പായമടയ, അതുപോലെ തന്നെ കൊല്ലപ്പണി, പിന്നെ തട്ടാൻ പണി, ഇതൊക്കെ ചെയ്തവരായിരുന്നു പ്രവാചകന്മാര് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ജോലിയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ തരം താഴ്ന്നവനും ഉന്നതനുമായിട്ട് വേർതിരിക്കുന്ന ഒരു പരിപാടി ഇസ്ലാമിക സമൂഹം അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട്. അധ്വാനിച്ച് ജീവിക്കുന്നതിന്റെ മഹത്വം മനസ്സിലാക്കണം എന്ന് വിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചില്ല. ഖുർആനില് ഇന്ന ഖൈറ മനിസ്തഅ്ജർതൽ ഖവിയ്യൽ അമീൻ, തൊഴിൽ ചെയ്യുന്ന ആളുടെ മഹത്വമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താ അറിയോ? ഇന്ന ഹൈറ മനിസ്തഅ്ജർത, നീ കൂലിക്ക് നിശ്ചയിക്കുന്ന, ജോലിക്ക് നിശ്ചയിക്കുന്ന ആൾ ഏറ്റവും ഹൈർ അൽ ഖവി, ആ ജോലി ചെയ്യാനുള്ള ശേഷിയുള്ളവനായിരിക്കണം, അൽ അമീൻ, വിശ്വസ്തനായിരിക്കും. അതാ ഇസ്ലാം പഠിപ്പിക്കുന്ന രണ്ട് മാനദണ്ഡങ്ങൾ. അവിടെ ജാതീയതയൊന്നും ഇസ്ലാമിലില്ല. ഏത് ജോലിയാണെങ്കിൽ എല്ലാം മാന്യമായ ജോലിയാണ്. എന്ത് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഞാനത് മറ്റുള്ളവരെ സഹായിക്കുന്നു എന്ന ചിന്ത ഉണ്ടെങ്കിലോ, മറ്റുള്ളവർ, നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലികളും മറ്റുള്ളവർക്ക് സഹായകരമായതാണല്ലോ. അപ്പൊ ഞാനൊരാളെ സഹായിക്കുന്നതാണ് ചെയ്യുന്നത് എന്ന് ചിന്തിച്ചാൽ എത്ര ഉന്നതമാണ് ആ ജോലികളൊക്കെ. അപ്പൊ ഒരു ജോലിയെ ജാതി താഴ്ന്നതായിട്ടോ ഉന്നതമായിട്ടോ കാണുന്ന ഒരു ഏർപ്പാട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെങ്കിലും ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ അൽ ഖവിയ്യ ആയിരിക്കണം, അൽ അമീൻ ആയിരിക്കണം, ജോലി ചെയ്യാനുള്ള ശേഷിയുള്ളവനായിരിക്കണം, വിശ്വസ്തനായിരിക്കണം. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ ജോലിയോടുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതാണ്. അതുപോലെ തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു പറഞ്ഞതായിട്ട് റസൂൽ തിരുമേനി പറയാം, മൂന്ന് വിഭാഗം ആളുകളെ നാളെ പരലോകത്ത് ഞാൻ അവരോട് തർക്കിക്കും, അവർക്ക് എതിരെ വാദിക്കും. അള്ളാഹ് പറയാം, അവർക്ക് എതിരായിരിക്കും ഞാൻ. മൂന്ന് വിഭാഗമാണ്. ഒന്ന് റജുലൻ അഅ്താബി സുമ്മ ഖദറ, എന്റെ മാർഗത്തിൽ ഒരു വാഗ്ദത്തം നൽകുക അല്ലെങ്കിൽ വല്ലതും ചെയ്യുക കൊടുക്കുകയോ ചെയ്തിട്ട് പിന്നീട് വഞ്ചന കാണിക്കുക. എന്റെ മാർഗത്തിൽ എന്റെ വാക്കിലും ഉച്ചരിച്ചുകൊണ്ട് വല്ലതും അമാനത്തായിട്ട് ഏൽപ്പിക്കുകയോ നൽകുകയോ ചെയ്തിട്ട് അതിൽ വഞ്ചന കാണിക്കുന്ന ആൾ, അവന് എതിരായിരിക്കും നാളെ പരലോകത്ത് ഞാൻ. അത് റസൂൽ തിരുമേനി പ്രബോധനം ചെയ്യുന്ന കാലഘട്ടത്തിൽ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഏർപ്പാടാണ് മനുഷ്യരെ അടിമകളാക്കി വിൽക്കുക എന്ന് പറയുന്നത്. ആ അടിമകൾ എന്നിട്ട് റജുലുൻ ഹുറൻ, ഒരു സ്വതന്ത്രനായ മനുഷ്യനെ പിടിച്ച് വിറ്റിട്ട് അത് മുഖേന ഭക്ഷണം കഴിക്കുന്നവൻ, അവൻ നാളെ പരലോകത്ത് ഞാൻ അവനെതിരായിരിക്കുന്നു. അതായത് സ്വതന്ത്രനായ ആളെ അടിമയാക്കിക്കൊണ്ട് ആ വില വാങ്ങി വശിക്കുന്നവന് അള്ളാഹു അവനെതിരായിരിക്കും നാളെ പരലോകത്ത്. മൂന്നാമത് പറഞ്ഞത് റജുലുൻ ഇസ്തഅ്ജറ അജീറൻ, ഒരാളെ കൂലിക്ക് വിളിച്ചു, ഫസ്തൗഫാ മിൻഹു, അവൻ ജോലി കൃത്യമായി പൂർണ്ണമായി നിർവഹിച്ചു, വലം യുഅ്തിഹി അജ്റഹു, അവന്റെ കൂലി നൽകിയില്ല, അവന് നിശ്ചയിച്ച കൂലി നൽകിയില്ല, അത്തരത്തിലുള്ള ആൾക്ക് ഞാൻ പരലോകത്ത് അവനെതിരായിരിക്കുന്നു. അങ്ങനെ മൂന്ന് വിഭാഗം ആളുകളെ അള്ളാഹു അവന്റെ കാരുണ്യം ഉണ്ടാവുകയില്ല, അള്ളാഹു അവർക്കെതിരായിരിക്കും നാളെ പരലോകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്ന് വിഭാഗം ആളുകളെ. അപ്പം അതില് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? ജോലിക്ക് ഒരാൾ നിശ്ചയിച്ചാൽ അല്ലെങ്കിൽ ശമ്പളത്തിന് നിശ്ചയിച്ചാൽ ആ ശമ്പളം വളരെ കൃത്യമായിട്ട് കൊടുക്കുക, ആ കൂലി വളരെ കൃത്യമായിട്ട് കൊടുക്കുക, അത് അവന്റെ അവകാശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചതാണ് അഅ്തുൽ അജീറ അജ്റഹു, കൂലിക്ക് നിശ്ചയിച്ചവന്റെ അല്ലെങ്കിൽ ജോലിക്ക് നിശ്ചയിച്ചവന്റെ കൂലി കൊടുക്കുക, ഖബല അൻ യജിഫ അറഖുഹു, അവന്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പേ കൂലി കൊടുക്കണമെന്ന്. അപ്പം തൊഴിലാളിയുടെ അവകാശമാണ് അത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് അവരോട് മാന്യമായ പെരുമാറ്റവും ആദരവും കാണിക്കണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളി അടിച്ചു വാരിയിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഒരു കറുത്ത പെൺകുട്ടി. അപ്പൊ ആ പെൺകുട്ടി മരണപ്പെട്ടപ്പോ ആ പെൺകുട്ടിയെ കൊണ്ടുപോയി മറവ് ചെയ്തു.
അപ്പൊ അവള് ഒരു തൂപ്പ് ജോലിക്കാരിയല്ലേ എന്നുള്ള നിലക്ക് അവളുടെ കാര്യം ഒന്ന് നിസ്സാരമാക്കി കണ്ടു അവര്. റസൂൽ അവളെ അന്വേഷിച്ചു. എന്നിട്ട് ചോദിച്ചു, അവർ മരണപ്പെട്ടു, മറവ് ചെയ്തു എന്ന് പറഞ്ഞപ്പോ അവളുടെ കാര്യം അവർ നിസ്സാരമായിട്ടാണ് അവർ കണ്ടത് എന്ന് തോന്നിയപ്പോ റസൂൽ പറഞ്ഞു, അഫലാ കുന്തും ആദൻതുമൂനി, നിങ്ങൾക്ക് എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? അവളുടെ കാര്യം ഒരു തൂപ്പുകാരിയല്ലേ എന്നുള്ളതൊക്കെ നിസ്സാരമായി കണ്ടു എന്ന് റസൂലുള്ളാഹിക്ക് തോന്നി. അവള് മരണപ്പെട്ട വിവരം നിങ്ങൾക്ക് എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മറവ് ചെയ്യപ്പെട്ട ഖബറിന്റെ അടുക്കൽ പോയിട്ട് ആ സ്ത്രീക്ക് വേണ്ടി നിസ്കരിക്കാൻ. അവൻ ഏത് തൊഴിലാണെങ്കിലും അവരെ ആദരിക്കണം എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. അവർക്ക് ആദരവ് കൊടുക്കണം, അവരെ ബഹുമാനിക്കണം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളൊക്കെ നാട്ടിൽ എന്താ ചോദിച്ചാല്, ഈ എല്ലാ തൊഴിലും ഒരു സേവന പ്രവർത്തനമാണ്. നമ്മള് തൊഴിൽ വെക്കുന്നത് ബംഗാളികളാണെങ്കിൽ നമുക്ക് അവരോട് ഒരു പുച്ഛമാണ് പൊതുവെ സമൂഹത്തിന്. ഇസ്ലാം അംഗീകരിക്കുന്നില്ല അത്. അവർ നിസ്സാര മനസ്ഥിതി തൊഴിലാളിയോട് കാണിക്കാൻ പാടില്ല. അവർ ചെയ്യുന്നത് സേവനമാണ്, അതിന് മഹത്വം കൽപ്പിക്കണം. ആ തൊഴിലാളി ആത്മാർത്ഥമായിട്ട് തൊഴിൽ ചെയ്യുകയും വേണം. തൊഴിൽ ഉടമ അവന് ആ തൊഴിലിനോട് ആദരവ് കൽപ്പിച്ചുകൊണ്ട് അവന് അർഹിക്കുന്ന സ്ഥാനം കൊടുക്കുകയും വേണം. ആ ബംഗാളി എന്നുള്ള നിലയ്ക്ക് അവന് മാന്യമായി ഭക്ഷണം കൊടുക്കാതിരിക്കുകയോ കൂലി കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു ഏർപ്പാട് മുസ്ലിമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നാണ്. ഇനി ഒരാളെ അവർക്ക് ഭാരപ്പെട്ട ജോലി ഏൽപ്പിക്കരുത്. ഇനി ഏൽപ്പിച്ചാൽ തന്നെ നിങ്ങൾ അവരെ സഹായിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വലാ തുകല്ലിഫൂഹും മാ യഗ്ലിബുഹും, അവർക്ക് ഭാരമേറിയ ഒരു ജോലി നിങ്ങൾ അവരെ ഏൽപ്പിക്കരുത്. ഫഇൻ കല്ലഫ്തുഹും ഫഅഇനുഹും, ഇനി അങ്ങനെ ഭാരപ്പെട്ട ജോലിയാണെന്ന് തോന്നിയാൽ നിങ്ങൾ അവരെ സഹായിക്കണം. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരാണ്. ഒരാൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ജോലി ഏൽപ്പിക്കരുത്. ഇനി അത് ഭാരപ്പെട്ടതാണെന്ന് തോന്നിയാൽ നിങ്ങൾ അവരെ സഹായിക്കണം എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അതുപോലെ തന്നെ റസൂലുള്ളാഹി ലോകത്തോട് വിട പറയുന്ന സമയത്ത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അസ്വലാ അസ്വലാ. അതിന്റെ കൂടെ റസൂലുള്ളാഹി പറയുന്ന ഒരു വാക്കുണ്ട്, വമാ മലക്കത്ത് യമീനുക്കും, വമാ മലക്കത്ത് യമീനുക്കും. ലോകത്തോട് വിട പറയുന്ന സമയത്ത് പോലെ അള്ളാന്റെ റസൂൽ പറയാ, അസ്വലാ അസ്വലാ, നമസ്കാരം നമസ്കാരം. വമാ മലക്കത്ത് യമീനുക്കും, നിങ്ങളുടെ കീഴിലുള്ള ആളുകളെ നമസ്കാരം നിങ്ങൾ ശ്രദ്ധിക്കുക, നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തുക. വമാ മലക്കത്ത് യമീനുക്കും, നിങ്ങളുടെ കീഴിലുള്ള ആളുകളുടെ കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ലോകത്തോട് വിട പറയുന്ന സമയത്ത് റസൂലിനെ പറയണമെങ്കിൽ ഈ അവനവന്റെ കീഴിലുള്ള ആളുകൾ സാമ്പത്തികമായ ശേഷിയും കഴിവും ഒക്കെ ഉണ്ടാകുമ്പോ അഹങ്കാരം കാണിക്കാനും അക്രമം കാണിക്കാനും ധാർഷ്ട്യം കാണിക്കാനും ഒക്കെ സാധ്യത കൂടുതലാണ് എന്നത് കൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുന്ന സമയത്ത് പോലും മലക്കത്ത് യമീനുക്കും, നമസ്കാരം നമസ്കാരം, നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തണം. വമാ മലക്കത്ത് യമീനുക്കും, നിങ്ങളുടെ കീഴിലുള്ള ആളുകളുടെ കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധ പുലർത്തണം എന്ന് പ്രത്യേകമായി പഠിപ്പിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ വിചാരണ ചെയ്യപ്പെടുന്ന, ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രംഗമാണ് ഈ തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ടത്. അതിൽ മാന്യത പുലർത്തണം, ജോലിക്ക് ആദരവ് നൽകണം, അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തരാണ്. അപ്പൊ ഇസ്ലാമിക സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഒരു സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു തൊഴിലാളി ദിനത്തിനൊന്നും വലിയ പ്രാധാന്യമില്ല. പക്ഷേ മുസ്ലിം അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്നതാണ് നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ആ നിലയ്ക്ക് ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അള്ളാഹു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച ഈമാനോടുകൂടി മരിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീന റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുണ്ടായിരിക്കേണ്ടുന്ന ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അവരുടെ ബാധ്യതകളെ കുറിച്ച്. ഒരു കരാറാണ് ഒരു തൊഴിൽ എന്ന് പറയുന്നത്. അത് കൂലിപ്പണിയാണെങ്കിലും ഇനി ശമ്പളത്തിന് ജോലി ചെയ്യുകയാണെങ്കിലും ഒക്കെ തൊഴിലുടമയായിട്ടുള്ള ഒരു കരാറാണ്. ഇത്ര കൂലിക്ക് അല്ലെങ്കിൽ ഇത്ര ശമ്പളത്തിന് ഇന്ന ജോലി ഞാൻ ചെയ്തു കൊള്ളാം.
ആ കരാർ നിർവഹിക്കുക എന്നത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയായിട്ട് ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, നിങ്ങൾ ഏറ്റെടുത്ത എല്ലാ കരാറുകളും നിങ്ങൾ പാലിക്കണമേ എന്ന് അള്ളാഹ് കൽപ്പിക്കുകയാണ്. എന്ത് കരാറ് നിങ്ങൾ, അത് തൊഴിലുമായി ബന്ധപ്പെട്ട കരാറായിരുന്നാലും ശരി, ഇനി അത് ജീവിതത്തിന്റെ മറ്റേത് രംഗവുമായി ബന്ധപ്പെട്ട കരാറായിരുന്നാലും ശരി, ആ കരാറുകളൊക്കെ നിങ്ങൾ പാലിക്കണമേ എന്ന് ഖുർആൻ പ്രത്യേകമായി വിശ്വാസികളെ വിളിച്ചിട്ട് പറയാം. അതില് നിങ്ങൾ അമാനത്ത് കാത്തു സൂക്ഷിക്കണം. ഖുർആൻ പറഞ്ഞത് ഇന്ന ഖൈറ മനിസ്തജർതൽ ഖവിയ്യൽ അമീൻ, നീ ജോലിക്ക് നിശ്ചയിക്കുന്നവരിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ളത് അൽ ഖവിയ്യ്, ആ ജോലി ചെയ്യാനുള്ള ശക്തിയും ശേഷിയുമുള്ളവരാണ്. അൽ അമീൻ, അമാനത്ത് കാത്തു സൂക്ഷിക്കുന്നവരാണ്. അതിൽ വിശ്വസ്തത പുലർത്തുക, ഏറ്റെടുത്ത ജോലിയോട് വിശ്വസ്തത പുലർത്തുക. അപ്പൊ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ശമ്പളം കുറവാണ് അല്ലെങ്കിൽ കൂലി കുറവാണ്, ഒരു ജോലി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ ഏറ്റെടുത്ത ജോലിയെ വളരെ കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത്, ആ ഉത്തരവാദിത്വത്തോടുകൂടി നിർവഹിക്കുക എന്നുള്ളത് അത് ഏറ്റെടുത്ത ആളുടെ ബാധ്യതയാണ്. അതല്ലെങ്കിൽ അള്ളാഹു ചോദ്യം ചെയ്യും. ഇപ്പൊ ശമ്പളം കുറവാണ് അല്ലെങ്കിൽ കിട്ടുന്ന കൂലി കുറവാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്താൻ പാടില്ല. ആ ശമ്പളം കുറവാണ്, കൂലി കുറവാണെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരിക്കാം. പക്ഷെ ഏറ്റെടുത്ത ഉത്തരവാദിത്തം ശമ്പളം കുറവാണ്, കൂലി കുറവാണ് എന്നുള്ള നിലക്ക് ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ പാടില്ല, അങ്ങ് വീഴ്ച വരുത്താൻ പാടില്ല എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുക്കും അമലൻ അൻ യുത്ഖിനഹു, നിങ്ങളൊരു ജോലി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. മൻ ഗശ്ശ ഫലൈസ മിന്ന, അത് മറ്റൊരു ഹദീസാണ്. നിങ്ങൾ അതിൽ വഞ്ചന കാണിക്കുന്നുവെങ്കിൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല, മുസ്ലിം അല്ല എന്ന്. അപ്പൊ ഒരു കരാർ ഏറ്റെടുത്തിട്ട്, ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് അതിൽ വഞ്ചന കാണിക്കുന്നവൻ യഥാർത്ഥ മുസ്ലിം അല്ല എന്ന്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മറ്റൊരു വചനം, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയത്തി, ഈ ഹദീസ് നമ്മൾ ധാരാളമായി കേട്ടിട്ടുള്ള ഹദീസാണ്. നിങ്ങളൊക്കെ ഭരണകർത്താക്കളാണ്, ആ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബൽ ഖാദിമു റാഇൻ ഫീ മാലി സയ്യിദിഹി, ഒരു സെർവന്റ്, ഒരു മുതലാളിയെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാള്, റാഇൻ അവൻ ഉത്തരവാദിത്തമുള്ളവനാണ്, ഫീ മാലി സയ്യിദി അവന്റെ ഉടമയുടെ സമ്പത്തിൽ അവൻ ഉത്തരവാദിത്തമുള്ളവനാണ്, അപ്പൊ മസ്ഊലുൻ അൻ റഅയത്തിഹി അവന്റെ ബാധ്യതയെ കുറിച്ച് അവൻ ചോദ്യം ചെയ്യപ്പെടുന്നവനുമാകുന്നു എന്ന്. അപ്പൊ ഏറ്റെടുത്ത ഉത്തരവാദിത്തം വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുക, തൊഴിലുടമയോട് ബാധ്യത വെച്ച് പുലർത്തുക, ആ കൂറും സ്നേഹവും കാണിക്കുക, അങ്ങനെ പരസ്പര സ്നേഹവും കൂറും കാണിച്ചുകൊണ്ട് ബാധ്യതകൾ പരസ്പരം നിർവഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കണം വിശ്വാസികൾ. അതിൽ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ഉണ്ടാവുകയും അള്ളാഹു അതിനെ പരലോകത്ത് അർഹമായ സ്ഥാനവും പ്രതിഫലവും നൽകുകയും ചെയ്യും. അപ്പോൾ ഒരു ജോലിയെയും നിസ്സാരമായി കാണാതിരിക്കുക, എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വം നൽകുക, ഏറ്റെടുത്ത ജോലികളെ വളരെ കൃത്യമായി ഉത്തരവാദിത്വത്തോടു കൂടി നിർവഹിക്കുക, തൊഴിലാളിയോട് അവനുള്ള അവകാശങ്ങളും ബാധ്യതകളും വകവെച്ചു കൊടുക്കുകയും അവന് ആദരവ് നൽകുകയും ചെയ്യുക. ഇതൊക്കെയും വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ബാധ്യതകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു ദീനിനെ യഥാവിധി മനസ്സിലാക്കി അവനവന്റെ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ഒക്കെ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവെ, ദീനിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് ഏവർക്കും തൗഫീഖ് നൽകണം റഹ്മാനെ. യഖീനായ ഈമാൻ ലഭിക്കാൻ ആവശ്യമായ അറിവും ജീവിതാനുഭവങ്ങളും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങളോട് പൊറുക്കണ റഹ്മാനെ. വിശാലമായ കാരുണ്യത്തിന്റെ ഉടമയായ നാഥ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും നീ ഞങ്ങളോട് പൊറുക്കണ റഹ്മാനെ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ ശിക്ഷിക്കല്ല റബ്ബേ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിച്ച് നൽകണേ റബ്ബേ. അള്ളാഹുവെ, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ, മരീഅൻ മരീഅ ആജിലൻ നാഫിഅ ഗൈറ മാർ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോട് മരിക്കാനുള്ള തൗഫീഖ് നൽകണ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ എല്ലാവരെയും നീ യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിക്കുകയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളേവരെയും നീ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ രോഗത്തിന് നീ ശിഫ നൽകണ റഹ്മാനെ. അള്ളാഹുവെ, ജോലി സംബന്ധമായി സാമ്പത്തികമായി പരീക്ഷണങ്ങൾ നേരിടുന്ന ആളുകൾ, അള്ളാഹു ഞങ്ങളുടെ എല്ലാ പരീക്ഷണങ്ങളെയും നീ നീക്കിത്തരണ റഹ്മാനെ. രണ്ട് ലോകത്ത് നീ ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണ റബ്ബെ. എല്ലാ പരീക്ഷണ ഘട്ടങ്ങളിലും ഈമാൻ മുറുകെ പിടിക്കുക,
പ്രവർത്തിക്കാൻ ആവശ്യമായ കരുത്തുറ്റ ഈമാൻ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. റബ്ബന അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. اللهم اجرنا من النار. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا. ربنا انك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.